നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ ബിബിൻ. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. പാലപ്പള്ളി കാരിക്കുളത്ത് കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. LDF പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വനിതകളെ രംഗത്തിറക്കി വ്യത്യസ്ത പ്രചരണ രീതികളുമായി കളം നിറയ്ക്കുകയാണ് പുതുക്കാട് NDA സ്ഥാനാർത്ഥി A നാഗേഷ്. പുതുക്കാട് നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. കാവലാഞ്ചിറക്കുളം പൂർവ്വസ്ഥിതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടു. വാർത്തകൾ വിശദമായി അറിയാം. പാലപ്പള്ളി കാരിക്കുളത്ത് കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. കാരിക്കുളം ചെട്ടിയാൻതൊടി അബ്ദുൽ സമീന്റെ മകൻ 38 വയസ്സുള്ള മുഹമ്മദ് റാഫിക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെ കാരിക്കുളം 907 ജാറം വഴിയിലായിരുന്നു അപകടം. റോഡിലേക്ക് ചാടിയ കാട്ടുപന്നി ബൈക്കിൽ പാഞ്ഞുവന്ന് ഇടിക്കുകയായിരുന്നു. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ യുവാവിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. നാട്ടുകാർ ചേർന്ന് മുഹമ്മദ് റാഫിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാഴ്ച മുൻപാണ് മുഹമ്മദ് റാഫി ഗൾഫിൽ നിന്നും വന്നത്. സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. മേഖലയിലെ രൂക്ഷമായ കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ഏറെക്കാലമായി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും അധികൃതർ നടപടിയെടുത്തിട്ടില്ല. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശത്ത് പുലിയും കാട്ടാനയും ഭീതി വിതയ്ക്കുന്ന സാഹചര്യത്തിലാണ് കാട്ടുപന്നി ശല്യവും പെരുകുന്നത്. അപകടത്തിൽ യുവാവിന്റെ ചികിത്സാ ചെലവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പ് വഹിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. LDF പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ്, CPI സംസ്ഥാന കൌൺസിൽ അംഗം VS പ്രിൻസ്, CPM ഒല്ലൂർ ഏരിയ സെക്രട്ടറി NN ദിവാകരൻ, കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, രാഘവൻ മുളങ്ങാടൻ, KG ഡിക്സൺ, ജോർജ് താഴേക്കാടൻ എന്നിവർ സംസാരിച്ചു. പ്രവർത്തകർ തിങ്ങി നിറഞ്ഞ കൺവെൻഷനായിരുന്നു പുതുക്കാട് നടന്നത്. മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന വികസന തുടർച്ചയ്ക്ക് LDFന്റെ വിജയം അനിവാര്യമാണെന്ന് കൺവെൻഷൻ വിലയിരുത്തി. കൺവെൻഷന്റെ ഭാഗമായി 1501 അംഗ ജനറൽ കമ്മിറ്റിയും 251 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തെരഞ്ഞെടുത്തു. പുറത്തൊരു രോഗി ഡയാലിസിന് പോയാൽ 3000 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ്. ആഴ്ചയിൽ മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകളാണ് ആ കാര്യത്തിന് നടത്തിയിട്ടുള്ളത്. ആരോഗ്യവകുപ്പിന്റെ വലിയ പിന്തുണയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവിടെ കോടാലിയിലെ OP ബ്ലോക്ക് പുതുക്കി നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ബഡ്ജറ്റിൽ 1 കോടി രൂപ കൊടുത്തിരിക്കുകയാണ്. കഴിയുന്ന രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ഈ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ നമ്മുടെ പൊതുയോഗം മണ്ഡലം കൺവെൻഷൻ ഇവിടെ നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വനിതകളെ രംഗത്തിറക്കി വ്യത്യസ്ത പ്രചരണ രീതികളുമായി കളം നിറയ്ക്കുകയാണ് പുതുക്കാട് NDA സ്ഥാനാർത്ഥി A നാഗേഷ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നടത്തിയ റോഡ് ഷോയിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. തുടർന്നാണ് വനിതകളുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ പോസ്റ്ററുകൾ പതിപ്പിച്ച് ജനശ്രദ്ധയാകർഷിക്കുന്നത്. തുടർച്ചയായി 3ാം തവണയാണ് A നാഗേഷ് പുതുക്കാട് മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ BJP നേടിയ വൻ മുന്നേറ്റമാണ് തന്റെ വിജയപ്രതീക്ഷയെന്ന് നാഗേഷ് പറഞ്ഞു. സ്ഥാനാർത്ഥി A നാഗേഷ് നേതാക്കളായ അരുൺകുമാർ പന്തല്ലൂർ, AG രാജേഷ്, രാജൻ വല്ലച്ചിറ എന്നിവർ നേതൃത്വം നൽകി. പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷത്തെ ദുർഭരണത്തിന് അറുതി വരുത്തി UDF നേതൃത്വത്തിലുള്ള ഭരണം വരുമെന്ന് ബെന്നി ബെഹനാൻ MP പുതുക്കാട് നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KL ജോസ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറിമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, KV ദാസൻ, കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, മുൻ MLA MK പോൾസൺ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, K ഗോപാലകൃഷ്ണൻ, സ്ഥാനാർത്ഥി KM ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി KL ജോസ്, സോമൻ മുത്രത്തിക്കര, K ഗോപാലകൃഷ്ണൻ, ഡേവിസ് അക്കര എന്നിവരടങ്ങുന്ന 501 അംഗ ജനറൽ കമ്മിറ്റി യോഗം തെരഞ്ഞെടുത്തു. DCC ഭാരവാഹികളായ സെബി കുടിയൻ, TM ചന്ദ്രൻ, ജോബി, KC കാർത്തികേയൻ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് CA അബ്ദുട്ടി ഹാജി,
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം എന്നിവരും പങ്കെടുത്തു. CPM ചെങ്ങാലൂർ ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് അംഗവുമായിരുന്ന സജിത് കോമത്ത് കാട്ടിലിനെ MP വിൻസെന്റ് UDF-ലേക്ക് സ്വീകരിച്ചു. 100 കണക്കിന് പ്രവർത്തകരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. മത്സ്യകൃഷിക്കായി വലകെട്ടിമറിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിലെ പരിയാരം കാവലാറഞ്ചിക്കുളം പൂർവ്വസ്ഥിതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടു. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് നടപടി. പഞ്ചായത്ത് അധികൃതരുടെ അനുമതിയോടെ വല കൊണ്ട് ചുറ്റും കെട്ടിയടിച്ച് മത്സ്യകൃഷി നടത്തുന്നതിനെതിരെ നാട്ടുകാർ നൽകിയ പരാതിയിലാണ് കുളത്തിലെ മത്സ്യകൃഷി അവസാനിപ്പിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടത്. 500 രൂപ പ്രതിപക്ഷ പാട്ടത്തിനാണ് 4 ഏക്കർ വരുന്ന കാവാലം ചിറക്കുളം സംരംഭക ഗ്രൂപ്പിന് മത്സ്യകൃഷിക്ക് നൽകിയത്. ഇതോടെ കുളം വല ഉപയോഗിച്ച് ചുറ്റിനും പൊതിഞ്ഞു കിട്ടുകയായിരുന്നു. സഹസ്ര സരോവരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചെലവഴിച്ചാണ് കാവാലം ചിറ പുനർനിർമ്മാണം നടത്തിയത്. പരിസര നിവാസികൾക്ക് കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ള പദ്ധതിക്കായും പ്രാദേശിക മത്സ്യബന്ധനം നടത്തുന്നതിനുമായാണ് കുളം പുനർനിർമ്മാണം നടത്തിയത്. എന്നാൽ മത്സ്യം വളർത്തലിന് കുളം വിട്ടു നൽകിയതോടെ പ്രദേശവാസികൾക്ക് കുളത്തിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു എന്ന് പരാതിപ്പെട്ടാണ് നാട്ടുകാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതർക്കും ജില്ലാ ഡയറക്ടർക്കും പരാതി നൽകിയത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 545 രൂപ കുറഞ്ഞു. ഗ്രാമിന് 12,835 രൂപ, പവന് 1,02,680 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. പാലപ്പള്ളി കാരിക്കുളത്ത് കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. LDF പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വനിതകളെ രംഗത്തിറക്കി വ്യത്യസ്ത പ്രചരണ രീതികളുമായി കളം നിറയ്ക്കുകയാണ് പുതുക്കാട് NDA സ്ഥാനാർത്ഥി A. നാഗേഷ്. പുതുക്കാട് നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. കാവലാഞ്ചിറക്കുളം പൂർവ്വസ്ഥിതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടു. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും Info News എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.